അനന്തമായ ആകാശം, നക്ഷത്രങ്ങൾ കീഴ്ക്കോട്ട് നോക്കി പുഞ്ചിരിക്കുന്നു. മനോഹരമായ നീലിമ, കണ്ണിനും കരളിനും ഇമ്പം പകരുന്ന ആ കാഴ്ച കണ്ടു നിൽക്കുകയായിരുന്നു അയാൾ. എത്ര പെട്ടെന്നാണ് അന്തരീക്ഷത്തിന്റെ ഭാവം മാറിയതെന്ന് പറയാനാവില്ല. അമ്പരവീതിയിൽ കറുകറുത്ത മേഘാകാശങ്ങൾ ഉരുണ്ടുകൂടി. ഭൂമി മുഴുവനും കൂരിരുട്ടിൽ മുങ്ങിത്തപ്പി. ശക്തമായ കാറ്റ്, എല്ലാം തരിപ്പണമാകുമെന്ന് തോന്നി. ചെകിടടിപ്പിക്കുന്ന ഒരു ഭയങ്കര ശബ്ദത്തോടുകൂടി ആകാശം പൊട്ടിപ്പിളർന്നു. നിമിഷങ്ങൾക്കകം കഷ്ണം കഷ്ണങ്ങളായി ഭൂമിയിലേക്ക് പതിച്ചു. അകലെ ആകാശച്ചെരുവിൽ ആലക്തി ദീപങ്ങളായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന താരകകൂട്ടങ്ങൾ ഒന്നടങ്ങ് തലകുത്തി ഭൂമിയിലോട്ട് പതിച്ചു. ലോക ജനതക്കാകെ പ്രകാശത്തിന്റെ വെള്ളിക്കിരണങ്ങൾ വിതറി ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സൂര്യചന്ദ്രാദികൾ ഭൂമിയിലോട്ട് വരുന്നതായി തോന്നി. വിചിത്രമായ ആ കാഴ്ചകൾ ഓരോന്നും അയാൾ അത്ഭുതത്തോടു കൂടി കണ്ടു നിൽക്കുകയായിരുന്നു. വീണ്ടും അത്ഭുതകരമായ പരിണാമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൂവെണ്മ നിറത്തിലുള്ള ഒട്ടനവധി പറവകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് പിന്നീട് ദൃശ്യമായത്. പേടിയായി അങ്ങുമിങ്ങും ഓടുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളെ ആ വെള്ളപക്ഷികൾ കൊത്തിയെടുത്തു പറന്നു. ഭീമാകാരമായി തലയുയർത്തി നിൽക്കുന്ന പർവ്വതങ്ങൾക്കിടയിൽ ആ പക്ഷികൾ ആ മനുഷ്യരെ എറിയുകയാണ്. പലരും പർവ്വതമുകളിലേക്ക് പിടിച്ചു കയറാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ അവരെല്ലാം കയറ്റത്തിനിടയിൽ കാലിടറി താഴോട്ട് തന്നെ പതുക്കുകയാണ് ചെയ്തത്. നാട്ടിലെ പൗരമുഖ്യനായ രാജാവിന്റെ ഇഷ്ടതോഴനുമാണ് സമരീത്. അദ്ദേഹമാണ് ഈ കാഴ്ചകളെല്ലാം കാണുന്നത്. അടക്കാനാവാത്ത ഭയത്തിന്റെ കൊളുത്തലുകൾ അയാൾ പുറകോട്ട് വലിക്കുകയായിരുന്നു. പെട്ടെന്നാണ് സമരീത് നിദ്രയിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. എന്ത്, താനിത് കണ്ടതെല്ലാം വെറും ഒരു സ്വപ്നമായിരുന്നു. അയാൾ പട്ടുമെത്തയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. അയാളുടെ ശയന വസ്ത്രങ്ങളെല്ലാം വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. കുറെ സമയം ഒരു അക്ഷരം ഉരിയാടാതെ സമരീത് പകച്ചിരുന്നു. നാവിലെ കെട്ടുകൾ മുറിഞ്ഞ് സ്വതന്ത്രമായപ്പോൾ വെള്ളം വെള്ളം എന്ന് അയാൾ മന്ത്രിച്ചു. ഭർത്താവിന്റെ പുലമ്പൽ കേട്ട് ഉണർന്ന പ്രിയ പത്നി ചോദിച്ചു, എന്തു വേണം? എന്താണ് നിങ്ങൾ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് പിച്ചും പെയ്യും പറയുന്നത്? അല്പം വെള്ളം കൊണ്ടുവരൂ. ഇത്ര മാത്രമാണ് അയാളിൽ നിന്നുണ്ടായ മറുപടി. ഇതെന്തു കഥയെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ വേഗം പോയി കുറച്ച് വെള്ളം എടുത്തു കൊടുന്ന് ഭർത്താവിന് കൊടുത്തു. ഒരൊറ്റ വലിക്ക് അതെല്ലാം കുടിച്ചു തീർത്തുകൊണ്ട് സമരീത് ഒരു ദീർഘശ്വാസം വിട്ടു. നിങ്ങൾ വിയർക്കുന്നുണ്ടല്ലോ. ഈ പ്രകൃതം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തു പറ്റി? ഉണ്ടായ സംഭവമെല്ലാം എന്നോട് തുറന്നു പറയും. ഭാര്യയുടെ വാക്കുകൾ കേട്ടിട്ടും അയാൾ മിണ്ടാതിരുന്നതേയുള്ളൂ. ഇതെന്തു വിചിത്രമായ സ്വപ്നമാണ്. അവളോട് ഇതിനെക്കുറിച്ച് എന്തു പറയാനാണ്? ഇപ്രകാരത്തിലാണ് അയാൾ ചിന്തിച്ചത്. പക്ഷേ ഇതാരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിലെ വിങ്ങിപ്പൊട്ടൽ മാറുകയില്ല, ഉള്ളിലെ വേവലാതികൾ നീങ്ങുകയുമില്ല. ഹൃദയത്തിന്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കണമെങ്കിൽ കിനാവിന്റെ കഥ പറയുക തന്നെ വേണം. ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു വിചിത്രമായ സ്വപ്നം, അയാൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിന്റെ തുടർഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോകൾ ദിവസം ലഭിക്കുന്ന നമ്മൾ ഇൻസ്റ്റാഗ്രാം അതുപോലെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ.